Hello all my dears, welcome back to our YouTube channel Universe of Tarot 1111. സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആർക്കെങ്കിലും എൻ്റെ അടുത്ത് നിന്ന് പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ ഈ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു എനിക്ക് തോന്നുന്നു ഒരാഴ്ച ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിനോടകം തന്നെ ഒരുപാട് ആൾക്കാർ നമ്മളുടെ കൂടെ കൂടിയിട്ടുണ്ട്. ഒരുപാട് സന്തോഷം തോന്നുന്നു. തുടർന്നും നമ്മളോടൊപ്പം തന്നെ എല്ലാവരും ഉണ്ടാകണം. അപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് ചാനലാണ്. ആദ്യത്തെ ചാനൽ നമുക്ക് നഷ്ടപ്പെട്ടത് കൊണ്ടാണ് രണ്ടാമത്തെ ചാനൽ തുടങ്ങിയതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇപ്പോൾ എന്താണ് എന്നുള്ളൊരു കാര്യം നമുക്കിന്ന് റീഡിംഗ് ആയിട്ട് നോക്കാം. ഇപ്പോൾ ഓണം ഓഫർ പ്രൈസ് ഉണ്ട്. താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്, പേഴ്സണൽ റീഡിങ്സ് എടുക്കുന്നവർ. നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക, പോസിറ്റീവ് മൈൻഡ് മാത്രം വെക്കുക. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് us. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് us. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് us. ഓക്കെ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സ്, അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണ് എന്ന് നമുക്കിന്ന് റീഡിംഗ് ആയിട്ട് നോക്കാം. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് us. ബോട്ടം ഓഫ് ദ ഡെക്കിൽ ദ മജീഷ്യൻ ആൻഡ് ടെൻ ഓഫ് കപ്സ് ആണ് റീഡിങ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സ് നോക്കുമ്പോൾ ഈ ഒരു പേഴ്സൻ്റെ സാഹചര്യം ആണ് നിങ്ങൾ ആദ്യമേ തന്നെ അറിയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. കാരണം ഇപ്പോഴത്തെ ഒരു സമയമെന്ന് പറയുന്നത് ഇവർക്ക് ഭയങ്കരമായിട്ടും സമയദോഷത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഈ സമയദോഷം ഉള്ളതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും ഈ വ്യക്തി നേരിടുന്നുണ്ട്. ഈ സമയദോഷം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതും. ചിലപ്പോൾ നിങ്ങളിപ്പം ഒരു നോ കോണ്ടാക്റ്റ് ഇരിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റ് ഇരിക്കുന്നുണ്ടാവാം. അപ്പം ഇങ്ങനത്തെ സന്ദർഭങ്ങളെല്ലാം തന്നെ വന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് സമയദോഷം മൂലമാണ്. അത് കൂടുതലും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ആ ഒരു എന്താ പറയുക, ശനിദശ കൊണ്ടാണ് നിലവിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ളത്. ശനിദശ കൊണ്ട് ഈ വ്യക്തിക്ക്, നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുടെ ശനിദശ കൊണ്ട് നിങ്ങൾക്ക് പറ്റിയത് നിങ്ങളുടെ പ്രണയബന്ധത്തിൽ കൂടുതലായിട്ട് പ്രശ്നങ്ങൾ രൂക്ഷമായി. പക്ഷേ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കാര്യത്തിൽ എന്ന് പറയുമ്പോൾ അവർക്കാണ് നിങ്ങളെക്കാട്ടിൽ ഇരട്ടി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ചിലപ്പം ജോലിയിൽ, അതായത് ഒരുപാട് ഉയർച്ചകളിൽ നിന്നിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാവാം, മേ ബി ഒരു ബിസിനസ് മാനാവാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പദവിയിൽ നല്ല രീതിക്ക് ഇരുന്നിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങിയ അന്ന് മുതൽ ഈ വ്യക്തിക്ക് നിരന്തരം മാനസികപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ, അതായത് അവർക്ക് പോലും അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അവർ എല്ലാം അവരുടെ തലയിലായി നിൽക്കുന്നൊരു അവസ്ഥയാണ്. ഈ ഒരു സമയത്ത് പോലും അവർക്ക് നന്നായിട്ടറിയാം. കാരണം ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുപാട് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് അവർക്ക് നന്നായിട്ടറിയാം. മാനസികപരമായിട്ട് നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടെന്നും അവർക്ക് നിങ്ങളുടെ മനസ്സ് നല്ല രീതിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒരിക്കലും അവർ നിങ്ങളുടെ ഫീലിങ്സ് മനസ്സിലാക്കാതെ ഇരിക്കുന്നില്ല. ആ വ്യക്തിക്ക് വളരെയധികം സങ്കടമുണ്ട് ഈ ഒരു അവസ്ഥയിൽ നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ സാധിക്കാത്ത രീതിക്ക് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം കൊണ്ടുപോകുന്നത് മൂലം.
അവർ പറയുന്നത് ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവത്തില്ല. കാരണം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയി പോയത് കൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സ് ഒരുപാട്, നിങ്ങളതെല്ലാം മറ്റാരോടും പറയാതെ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒതുക്കി പിടിച്ചിരിക്കുവാണ്. അതിവർക്ക് നന്നായിട്ട് അറിയാം. കാരണം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും അധികം ഇപ്പോഴും അവർ നിങ്ങൾ വളരെയധികം ചേസ് ചെയ്യുന്നുണ്ട്. നിങ്ങളറിയാതെ ഒരുപാട് നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ എത്രത്തോളം ആ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവർക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ ബന്ധം നിങ്ങൾ എത്രത്തോളം സ്ട്രോങ് ആയിട്ടാണ് അത് കൊണ്ട് നടക്കുന്നതെന്നും ഈ ഒരു പേഴ്സൺ നന്നായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സൊരു പാവമാണ്, അല്ലെങ്കിൽ ഒരു പഞ്ചപാവമാണ്. ആ വ്യക്തിനെ ഉപദ്രവിക്കാൻ പാടില്ല എന്ന് ഈ ഒരു വ്യക്തിക്ക് അത് അങ്ങനെ തോന്നുന്നുണ്ട്. ഓക്കെ, അതിനർത്ഥം അവർ നിങ്ങൾ ഈ ഒരു സമയത്ത് മനസ്സിലാക്കുന്നു. ഈ ഒരു സമയമെന്ന് പറയുന്നത് എന്താ പറയുക, ഈ റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടു പോയത് കൊണ്ട് അവർക്കൊരു തിരിച്ചടി കൊടുത്തിട്ടുള്ളതല്ല. കാരണം ഇപ്പോഴത്തെ ഒരു സമയമെന്ന് പറയുന്ന ഈ ഒരു പേഴ്സൻ്റെ ശനിദശ എന്നുള്ളൊരു രീതിക്ക് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ പെട്ട് നിൽക്കുന്നത്. ആ ഒരു പ്രശ്നങ്ങൾ പെട്ട് നിൽക്കുന്നത് കൊണ്ടും അല്ലെങ്കിൽ ആ ഒരു പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നതിനനുസരിച്ചുമാണ് ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു തീരുമാനം എടുക്കാൻ സാധിക്കാത്തത്. അവർക്കിതെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ തോന്നും, ആ വ്യക്തിക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് തിരിച്ചു വരാത്തത് എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ടാവും. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ തന്നെ ഉന്നയിക്കും. യൂണിവേഴ്സിനോട് നിങ്ങൾ പറയും എന്തുകൊണ്ട് ആ വ്യക്തി വരുന്നില്ല. പക്ഷേ ഇതിനൊക്കെ യൂണിവേഴ്സ് മറുപടി തരുന്നത് നിങ്ങളുടെ ആ ഒരു സ്നേഹം എത്രത്തോളമാണെന്നോ അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നുണ്ടെന്നോ യൂണിവേഴ്സിനും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നന്നായിട്ട് അറിയാം. അപ്പം യൂണിവേഴ്സ് പറയുന്നത് ഇപ്പം ആ ഒരു പേഴ്സണ് കുറച്ച് അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ ആ ഒരു സമയദോഷത്തിലാണ്. അതിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും ഒരുപോലെ ഈക്വലായിട്ട് തുല്യരായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പം നിൽക്കുന്ന പ്രശ്നങ്ങൾ അനുഭവിച്ചേ മതിയാവുള്ളൂ. അത് നമുക്ക് യൂണിവേഴ്സൽ എന്താ പറയുക, ഒരു പരീക്ഷണ സമയമാണ് എന്ന് തന്നെ എടുത്തു പറയാം. ആ ഒരു പരീക്ഷണ സമയത്താണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും നിങ്ങളും ഈ ഒരു സന്ദർഭത്തിൽ നിൽക്കുന്നത്. അവർ നിങ്ങളെ ഓർത്ത് വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. അവർക്ക് പല രാത്രികളിലും നിങ്ങളുടെ ഓർമ്മകൾ വരുന്നു. മേ ബി ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ വിവാഹം കഴിക്കാത്തവരായിക്കോട്ടെ, ഡിവോഴ്സ് ആയിട്ടുള്ളവരായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, നിങ്ങളെ ഓർത്ത് അവർ വളരെയധികം വിഷമിക്കുന്നൊരു സന്ദർഭമുണ്ട്. നിങ്ങൾ രണ്ടുപേരെ ഫീലിങ്സ് നോക്കാൻ നേരത്തും നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ബന്ധത്തിലുള്ള ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ ഓർത്ത് ഒരുപാട് വേദനിക്കുന്നുണ്ടെന്നാണ് കാണിക്കുന്നത്. കൂടുതലായിട്ടും നിങ്ങൾ എന്ന് പറയുന്നൊരു പേഴ്സൺ ഞാൻ ആഗ്രഹിച്ച പോലുള്ളൊരു ബന്ധമല്ലല്ലോ എനിക്ക് കിട്ടിയത് എന്നുള്ളൊരു വിഷമാണ് നിങ്ങൾക്കുള്ളത്. പക്ഷെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിനെ നിങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ട സമയം ആയിക്കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഈ ഒരു പേഴ്സൺ ഈ ബന്ധത്തിലേക്ക് വരാൻ താല്പര്യമുണ്ട് അവർക്ക്. പക്ഷേ ഈ ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും തോറും, ചിലപ്പം ഇപ്പോൾ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ, ഞാനൊരു ഉദാഹരണം പറയാണ്, മേ ബി ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ് താനും, പക്ഷെ അവിടെ രൂക്ഷമായിട്ടുള്ള പ്രശ്നമാണ് താനും. അപ്പം നിങ്ങളാണ് ആ ഒരു സന്ദർഭത്തിൽ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്കറിയാം അത് എത്രത്തോളം കഠിനമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് പോകുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ ആ ഒരു വ്യക്തിനെ ഈ ഒരു സമയത്ത് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ചിലപ്പം ജോലിയുടെ പ്രശ്നങ്ങളാവാം. ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പദവിയിലിരുന്ന ഒരു വ്യക്തിയാവാം. ആ പദവിയൊക്കെ വിട്ടു പോകേണ്ട ഒരവസ്ഥ, അല്ലെങ്കിൽ അതിലെല്ലാം ആ പദവിയിൽ നിന്ന് താഴേക്ക് ഒരു വെച്ചടി കയറ്റം ഈ ഒരു പേഴ്സണ് നിങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു സമയമെന്ന് പറയുന്നത് പരീക്ഷണ സമയമാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളും ഒരുപോലെ അനുഭവിക്കേണ്ട ഒരു സമയം തന്നെയാണ്. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും തുല്യത ഉണ്ട് എന്നാണ് യൂണിവേഴ്സൽ മെസ്സേജ് പറയുന്നത്. അപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ മനസ്സെന്ന് പറയുന്നത്, ഇപ്പോൾ അവർ നിലവിൽ ഒരുപാട് പ്രയാസങ്ങളിൽ പെട്ടു നിൽക്കുന്നൊരു സമയമാണ്. അത് അവർ നിങ്ങളോട് മനസ്സറിഞ്ഞ് പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ സാഹചര്യം അല്ലെങ്കിൽ നിങ്ങൾ അത് ഏത് രീതിക്ക് എടുക്കുമെന്നറിയില്ല. ചിലപ്പോൾ ഇപ്പം
ഭയങ്കര പൊസസീവ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ. അതായത് നിങ്ങൾ ഒരുപാട് ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് എൻ്റെ ജീവിതകാലം മുഴുവനായിട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ്. അപ്പോൾ നിങ്ങളോട് ചിലപ്പോൾ പറയുമ്പോൾ നിങ്ങൾ അതേ അവർ കണക്കാക്കുന്ന രീതിക്ക് തന്നെ എടുക്കണമെന്നില്ല. ചില ആൾക്കാരെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇവർ ഉപേക്ഷിക്കാനാണ് എന്നുള്ളൊരു നെഗറ്റീവ് ചിന്താഗതിയിലേക്ക് പോകും. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു വ്യക്തി ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാത്തത് എന്നതാണ് ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത്. അവർ നിങ്ങളെ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. അവരുടെ ഒരു റെയിൻബോ ആണ് നിങ്ങൾ എന്ന് പറയുന്നത്. റെയിൻബോ എന്ന് മഴവില്ലിന് ആ ഒരു ഓരോരോ നിറങ്ങളും എന്ന് പറയുന്നത് ഓരോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ അകത്തുള്ള ഒരു കാര്യങ്ങളാണ്. സ്നേഹം വരും, സന്തോഷം വരും, അതുപോലെ തന്നെ രണ്ട് പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് വരും, തുല്യരായിട്ട് മനസ്സിലാക്കുന്ന ഒരിത് വരും. അതുപോലെ തന്നെ ആ ഒരു വ്യക്തി നിൽക്കുമ്പോൾ നിങ്ങൾക്കും ഒരു നല്ല കാലമായിരിക്കും, നിങ്ങൾ നിൽക്കുമ്പോൾ ആ ഒരു വ്യക്തിക്കും നല്ല കാലമായിരിക്കും. ജോലിയിലായിക്കോട്ടെ, ആരോഗ്യത്തിലായിക്കോട്ടെ, മനസ്സിൻ്റെ ഉണർവിനെ ആയിക്കോട്ടെ, എന്ത് കാര്യത്തിലും ഭയങ്കര സന്തോഷം, ഭയങ്കര എനർജറ്റിക് ആയിരിക്കും. അപ്പോൾ ആ ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സോൾമേറ്റ് ആണ്. നിങ്ങളെയും ആ രീതിക്ക് മാത്രമേ ഈ ഒരു പേഴ്സൺ കണ്ടിട്ടുള്ളൂ. ഇന്നത്തെ ഈ ഒരു റീഡിങ് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓണം ഓഫർ പ്രൈസ് ഉണ്ട്, താല്പര്യമുള്ളവർക്ക് വിളിക്കാമെന്നാണ്. അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും അപ്പോൾ ബൈ ബൈ.